മലബാർ ഭാഗത്തൊക്കെ ഈ മീനിനെ ആകോലി മുള്ളനെന്നും ആനച്ചവിട്ടി സീഡി മീൻ എന്നൊക്കെയാണ് പറയുക. ഇതിന് എന്താണ് നിങ്ങളുടെ നാട്ടിലൊക്കെ പേരുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇനി ഇതിനെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് രണ്ട് വശവും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. പൊരിച്ചെടുക്കുന്നില്ല, വെറുതെ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ തന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പകരം പച്ചമുളക് ഇട്ടാലും മതി. ഇനി അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി ആയാലും മതി, ഇനി രണ്ടും കൂടി ആയാലും നന്നായിരിക്കും. ഇനി കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി ഇട്ടാൽ മതി. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം തീ ഓഫാക്കി ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. അതിലേക്ക് ഒരു അര സ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ അരച്ചെടുത്ത് നമുക്കൊരു വാഴ ഇലയിൽ അതിൻ്റെ പകുതി നിരത്തി വെച്ച് കൊടുക്കണം. പകുതി മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി മീൻ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി മസാല നമുക്ക് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കണം. ഇനി ഒരു ചൂടായ കല്ലിൻ്റെ മേലെ നമുക്ക് ഈ മീനിനെ വെച്ച് കൊടുക്കാം. ഓയിൽ തടവിയ ഒരു ഇരുമ്പ് ചട്ടിയാണ്. നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്താണ് അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ മേലെ നമുക്കൊരു ഇല കൂടി വെച്ച് അതിനെ കവർ ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ ഒരു ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഒരു വശം പാകമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഇനി വീണ്ടും അതിനെ അടച്ചു വെച്ച് പാകമാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.